എത്ര പേരെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്നത്? കണ്ടുമുട്ടുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാറില്ല. ചിലർ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. അതിന് കാരണങ്ങളുണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ എല്ലാ ബന്ധങ്ങളിലും ഒരു വിട പറയലുണ്ട്. ചിലർ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. മറ്റു ചിലർ ഉള്ളിൽ വേദന ബാക്കി തന്ന് അകന്നു പോകും. ചിലർ അവസാനം വരെ ജീവിതത്തിലുണ്ടാവും. എന്ത് രസമാണല്ലേ ജീവിതം! അതുകൊണ്ടല്ലേ പറയുന്നത്, ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല. എന്നും കൂടെയുണ്ട് എന്നുറപ്പുള്ളത് ക്രിസ്തു മാത്രമാണ്. ആ രാത്രിയിൽ നദിക്കരയിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. ഉള്ളിൽ ആകുലതയുടെ കനലുകൾ പുകയുന്നത് കൊണ്ട് ഉറങ്ങാനായില്ല. ആകുലതയും കഴിഞ്ഞ കാലവും അവനെ വേട്ടയാടി. ആ രാത്രിയിൽ അവൻ്റെ ജീവിതം മാറിമറിഞ്ഞു. അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു. അതിനവസാനം യാക്കോബ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ആ വാശി അവസാനിച്ചത് അനുഗ്രഹത്തിലാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോൾ ദൈവത്തിരുമുമ്പിൽ അനുഗ്രഹങ്ങൾക്കായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിക്കണം. ഉള്ളറിയുന്ന ദൈവം അനുഗ്രഹവർഷം നിനക്കായി ചൊരിയും. എവിടെയൊക്കെ പോയാലും സ്വന്തം വീട്ടിൽ തിരിച്ചു കയറുമ്പോൾ കിട്ടുന്ന സമാധാനം അതൊരു പ്രത്യേകതയാണ്. വീട് തരുന്ന സുരക്ഷിതത്വമൊന്നും വേറെ ഒരിടത്തും കിട്ടില്ല. അവൻ്റെ വീടും അങ്ങനെയായിരുന്നു. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഇടം. എപ്പോഴോ സഹോദരങ്ങൾക്ക് അവനോട് അസൂയ തോന്നി. അത് പകയായി വളർന്നു. അവൻ ഒറ്റപ്പെട്ടു. അവനെ കൊല്ലാൻ പോലും അവൻ്റെ സഹോദരങ്ങൾ പദ്ധതിയിട്ടു. ഒടുവിൽ 20 വെള്ളിക്കാശിന് അവനെ വിറ്റു. അവൻ്റെ പേര് ജോസഫ്. വീടിൻ്റെ സുരക്ഷിതത്വത്തിനിടയിൽ അവനെതിരെ ചതി ഉയർന്നു. വീടെന്ന സുരക്ഷിതത്വത്തിനിടയിൽ ഉള്ളിൽ ആകുലതകളും വേദനകളും ഉണ്ടാകുമ്പോൾ ജോസഫിനെ ഓർക്കണം. നിന്റെ സഹനങ്ങൾ അനുഗ്രഹമാകുന്ന ദിവസം വരും.